ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് സ്റ്റാഫിനെ എടുത്തായിരുന്നു. നിൽക്കുന്നുണ്ട് അവിടെ പണി നിർക്കാണ്ട്. കാഷ്യറും അവിടെ തന്നെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഷെൽഫൊക്കെ ഒന്ന് ഫുള്ളാക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ചെറുതായിട്ട് മാറ്റം വരുത്തി കേട്ടോ. ഞാൻ കുറേ സാധനങ്ങൾ അറ്റത്തുണ്ടെന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചു, ഗ്യാപ്പ് ഉണ്ടാക്കി. ഗ്യാപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നല്ലേ. പിന്നെ ഇവിടെ നിറച്ചു. പക്ഷെ ഒരു മിസ്റ്റേക്ക് വന്നത് എന്താ വെച്ചാൽ, ഇവിടെ വെക്കണം നിർത്തിയിൽ ഇവിടെ ബാക്കിൽ കുറച്ച് സാധനങ്ങൾ വന്ന് അത് ഞാൻ ലാസ്റ്റാണ് കണ്ടത്. ഇതാണെങ്കിൽ ഞാൻ കുറച്ച് സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി നാറി വന്നിട്ട് അവിടെ അങ്ങോട്ട് ഫുള്ളാക്കി വെച്ച്. ഇതിപ്പോൾ ഞാൻ ഇന്ന് ഫുൾ ഓർഡർ ചെയ്ത സാധനങ്ങളാണ് കേട്ടോ. സ്റ്റോക്ക് ചെയ്യുക സ്റ്റോറേജ് റൂമിലേക്കുള്ള ഐറ്റംസാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എല്ലാം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് നിരത്തി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടൊന്ന് സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവെക്കാനുണ്ട്. പിന്നെ നമുക്കത് ആദ്യം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ഷോപ്പ് തുറന്നിട്ട് വേണം നമുക്ക് ഇന്ന് ചെയ്യാനുള്ള എന്തൊക്കെയെന്ന് വെച്ചാൽ 3 ലൈസൻസ് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ലെവൽ 12 വരെയുള്ള 3 ലൈസൻസ് ഞാൻ വാങ്ങിക്കാൻ പോയി. 3 ലൈസൻസ് 3 ലൈസൻസിനൊരു 1500 ഒരു 2050 രൂപ ഡോളർ വരും 3 ലൈസൻസിൽ. പിന്നെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള കാശ് നമ്മളടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ദിവസം കടം തുറന്നതിന് ശേഷം ഇത് വാങ്ങിക്കാം. അതാവും കുറച്ചുകൂടി ബെറ്റർ. ഇല്ലെങ്കിൽ സാധനം ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പോകും. ഇപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പ് തുറന്നേക്കാം. അവിടെ ഉണ്ടല്ലോ ആള്, അവൻ ബില്ലടിച്ചോടും. ചെക്കൗട്ട് ചെയ്തേക്കട്ടെ. നമുക്കിതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം. ഒരു മിനിറ്റ് നീങ്ങുക. ഇവനെ ആവശ്യമുണ്ട്. കാരണം ഇവനെ ഇവിടുന്ന് സാള് കുറച്ചും കൊണ്ട് ഊറ്റാനുണ്ട്. അത് സ്റ്റോക്ക് കുറയുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. ആ പെട്ടിയിൽ സ്ഥലമുള്ളതുകൊണ്ട്. ഇതിലെത്ര ഉണ്ട്? ഓ, ഇതോടെ അതാ വേറെ പ്രശ്നം. ലെവൻ വന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് എടാ ഇതേ പോന്ന് കേട്ടാ. പവൻ ചമ്മിക്കാണും. പവൻ തിരിച്ചവിടെ തന്നെ വന്നിക്കും. പോണ്. ഞാൻ ഫില്ലാക്കി. അതേ ഓടുന്നത് പോലെ കേട്ടാ. ഒരെണ്ണം കുറഞ്ഞ എന്തൊരു ആത്മാർത്ഥത അറിയാം എനിക്ക്. ഒറ്റൊരെണ്ണം കുറഞ്ഞ അപ്പം പണിയെടുക്കും അവൻ. നമുക്കെന്തായാലും ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഫുൾ എടാ എങ്ങോട്ടാ? ഓ, ആൾക്കാർ സാധനം വാങ്ങിക്കാൻ തുടങ്ങി കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് ജോബ് ഗുഡ് ജോബ്. പണിയെടുത്തോ. നല്ലൊരു കാര്യമാണ് ചെയ്യണവൻ. ചെയ്തോട്ടെ. എടാ മിൽക്ക് അവിടെ ഇരിക്കട്ടെ. ഇതെങ്ങനെ ഏറ്റെത്തി? അവൻ ചവിട്ടിക്കുട്ടിയാണാ? അയ്യോ സ്ഥലല്ല. ഓ, ഇതിനൊക്കെ ലിമിറ്റ് ഉണ്ട് കേട്ടാ. നമുക്ക് ഒരു കള്ളി പോരാ. കുറച്ച് കൂടുതൽ കള്ളി വേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. ഷുഗർ വലിയ പെട്ടിക്കൊക്കെ ഒരു റോ തന്നെ വേണ്ടി വരുമല്ലോ. അവിടെ ഇതിൽ ഒരെണ്ണം ഉള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഇത് വെക്കാനുള്ള ഉണ്ടാ? ഷുഗർ ആരും എടുത്താ? അതങ്ങനെ പോയി. പാലിനായാലും ഉണ്ടോ? പാലൊരു പാക്കറ്റ് പാലായാലും എടുത്തിട്ടുണ്ടോ? അപ്പം അതും പോയി. സന്തോഷമുണ്ട്. ഇവിടെ നടക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. എന്നിട്ട് ഈ പെട്ടി കാലാക്കിയിട്ട് മൊത്തം സാധനങ്ങളും എൻ്റെ പെട്ടിക്കകത്ത് കയറ്റണം. ദാറ്റ് ഈസ് മൈ എല്ലാത്തിനും ഞാൻ ഓരോ സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. എല്ലാതും അത്യാവശ്യം സ്റ്റോർ ചെയ്യാനുള്ളത് ഒരു വിട്ടുപോരുതെന്നുള്ള രീതിയിൽ ഞാൻ ഒക്കെ കുത്തിരുന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ഉള്ളത്? ഓയില് മാത്രമുള്ളൊരു പ്രശ്നം. എവിടെ നിന്നൊരു ഐഡിയ കിട്ടത്തില്ല. പക്ഷെ ഇതിൻ്റെ മോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാർ മോഡൊക്കെ ഇട്ട് കളിക്കുന്നത്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. മോഡിട്ട് കളിച്ചിട്ട് എന്താ കിട്ടാന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കളിക്കണ ഒരു തീം പോയില്ലേ. നമുക്ക് ഗ്രൈൻഡിങ് ഒന്നുമില്ല. ഇഷ്ടമുള്ള കാശ് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ ഡയറക്റ്റ് ഇതിൽ വന്നിട്ട് ഫുള്ളാവും ഈ ഷെൽഫിൻ്റെ അകത്ത്. നമുക്കതിനെ കൊടുന്ന് വെക്കേണ്ട ആവശ്യമില്ല ഇനി. അതൊക്കെ എനിക്ക് കുറച്ച് അലമ്പായിട്ടാണ് തോന്നിയത്. ബിക്കോസ് കളിക്കുന്നതിൻ്റെ പിന്നെ ഒരു ത്രില്ല് പോവും. കുറേ അടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സൈഡ് കാലിയായി. അവിടെ ഇവരൊക്കെ എവിടുന്ന് സാധനം എടുക്കുന്നത്? ഒരു കാര്യം കേട്ടാ വെയിറ്റേ. ഈ സാധനങ്ങളെ ഞാൻ തൽക്കാലത്തേക്ക് നിലത്തേക്ക് വെക്കുക. കാരണം അവനല്ലെങ്കിൽ അതെടുത്ത് ഫില്ല് ചെയ്യും. അവനത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്.
അവന് ഭയങ്കര ആത്മാർത്ഥത. എല്ലാത്തിനും അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ടുവെക്കണം. എവിടെ ഇരിക്കുക? ആ ഇതാ കാലിയാണല്ല. തീരുന്നുണ്ട് കേട്ടോ സാധനം. ഞാൻ ലൈക്ക് അടുത്തതിനുള്ള റാക്ക് വാങ്ങിക്കണം നമുക്ക്. അടുത്ത സാധനങ്ങൾ ഒരു 16 സാധനം വരുമല്ലോ പുതിയത്. അപ്പോൾ അതിനുള്ള സ്ഥലമില്ല. അതവിടെ ഇരിക്കട്ടെ, കാരണം അതിന് ഫുള്ളാണ്. കോള കുറവുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഇതെന്തരി ഡേയ്, പോയിന്റ് സാധനം തീർന്നാ? 2 പെട്ടി തീർത്തവൻ. ഞാൻ വേറെ എവിടെയും കൊണ്ടുവച്ചാ? ഇല്ലില്ല. എന്നിട്ട് പുതിയ പെട്ടിയിൽ ഞാൻ പോയിച്ച് 2ഉം തീർത്ത്. ചെലവാണ്. ഇവൻ കട ലാഭത്തിലാക്കും കേട്ടോ, നല്ല ലാഭത്തിലാക്കും ഇവൻ. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് സാധനം തീരുമ്പോഴത്ത് കയറ്റാം. ഒട്ടയോടാ എടേ. ആ ഈ ചെറിയ പെട്ടിക്ക് ഇഷ്ടം പോലെ വെക്കാം കേട്ടാ, ഒരു കുറവില്ല. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആ ബസ് മതി. ഇവിടെ ചെക്കൗട്ട് ഫുള്ളാണോ? എടാ മോനാന്ന് ലൈറ്റ് ഒന്നും ഇട്ടോട്ടാ നിനക്ക്. ചെക്കൗട്ട് ഫുള്ളായിട്ട് ആരും നടക്കുന്നില്ലല്ലോ അല്ലേ? കുറച്ച് ആൾക്കാരോട് ക്യൂ നിൽക്കട്ടെ, അപ്പത്തിന് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം. 3700 സെറ്റാണ്. ലാഭമൊക്കെ ഉണ്ട്. നമുക്ക് സംഭവം നാളേക്ക് കാശ് വേണം, എന്നാലേ വല്ലതും നടക്കുള്ളൂ. ഇതിപ്പോ 2 പെട്ടി 2 ഇതെന്ന് വെച്ചിട്ടും സാധന സ്റ്റോക്ക് തീർന്നു കേട്ടാ. ഇവനൊക്കെ കൊണ്ടുവെക്കുക. ഇതൊക്കെ എവിടെ കൊണ്ടുവെക്കുന്ന മാത്രമേ എനിക്ക്. എടാ ഇവിടെ ലൈറ്റ് വെക്കാൻ പറ്റുമോ? സ്റ്റോറേജ് റൂമിലേക്ക് ലൈറ്റ് വാങ്ങിക്കണം അങ്ങനെയാണെങ്കിൽ. ഇന്നലെ പണി എടുക്കാത്തോണ്ടാവണം. അവൻ ഇന്ന് നല്ല രീതിയിൽ പണി എടുക്കുന്നുണ്ട്. ഇവിടെ ബ്രെഡിന്റെ ഷെൽഫ് എവിടെ? ഒരു മിനിറ്റ്, ഇവിടെ ആള് ഫുള്ളായി. സോറി കേട്ടോ, സോറി സാർ. ഇന്ന് കുറെ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിപ്പോയി. ഇങ്ങനെ കഴിഞ്ഞ കൂടി ഫുള്ള് കണ്ടായിരുന്നാ? എനിക്ക് നമ്മൾ 2 ആൾക്കാർക്ക് പേരിട്ടായിരുന്നു. എന്താണെന്നറിയോ? അത് കണ്ടവരാണ് ഈ കമൻറ്റ് ചെയ്യട്ടാ. നമ്മളെ കേഷ്യറിൻ്റെ പേരും മറ്റേ സ്റ്റോർ ചെയ്യുന്ന ആളുടെ പേരും. നിങ്ങൾ 59 അല്ല 59 അല്ല 49 മിനിറ്റ് കണ്ടാന്നറിയണല്ലേ? ആരും പേരൊന്നും മനസ്സ് ചെയ്ത് കണ്ടില്ലേ? അപ്പം ആരും കണ്ടിട്ടില്ലേ? $5000 എത്തിക്കാൻ പറ്റുമെന്ന്. 9 മണിയായി. നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് വെക്കണം കേട്ടോ. ഒരു സുഖമല്ല ലൈറ്റിലാണ്ട്. മോർ സ്റ്റോക്സ് നീഡഡ്. കടയും കുറച്ചുകൂടി വലുതാക്കണം. ഇനി അങ്ങോട്ട് ഫാസ്റ്റാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഡിലേ ഒന്നുമില്ല. എല്ലാം അപ്പോഴേക്കും പെട്ടെന്ന് നമ്മൾ ചെയ്ത് പോകും. വേഗം ആയിക്കോട്ടെ. ഇന്ന് കട തുറന്നത് പൂട്ടിയൊന്നും അറിഞ്ഞില്ല കേട്ടാ. നമ്മൾ കേശറിനെ വെച്ചോണ്ട് നല്ല ഇതുണ്ട്. വലിയ പണിയില്ല ഇപ്പോൾ. വെയിറ്റ് നമുക്കില്ല അത്രേ ഉള്ളൂ. സ്റ്റോക്ക് നിറക്കല്. അയ്യോ അത് കൊള്ളായിരുന്നല്ലേ. കുറച്ച് കൂടുതൽ കാശടിച്ചാൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാൾ കാർഡും കൊണ്ടുവന്നാൽ മതി. ഒരു $10000 അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി. ഒരു ഇസ കച്ചവടം പിന്നെ ചെയ്യണ്ട. ഇവിടെ എന്തായി? ഓക്കെ, അതങ്ങോട്ട് സെറ്റായി കാണും. വേറൊരു സാധനം കൂടി എടുക്കണ്ടായിരുന്നു.
ബസ്മതി ഇവനും കൂടി ആ ലിസ്റ്റിൽ നിന്ന് കളയാനുള്ളതായിരുന്നു. സ്ഥലമുണ്ടോ? ആ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. ആ അതിന് ഞാൻ നിറച്ചോളൂ. നമുക്കിവിടെ ജസ്റ്റ് തീർത്ത് വെച്ചാൽ മതി. ഒരു പെട്ടി തീർത്തവൻ. എന്തോ കാലില്ല അവിടെ. മറ്റേ വെള്ളക്കുപ്പി കാലായി. ബാക്കിയൊക്കെ ഉണ്ട്. തീർന്നില്ലേ? എന്താ തീരാത്തെ? പെട്ടെന്ന് തീർക്കാൻ കൊണ്ട്. നാളെ പുതിയ ലൈസൻസ്. ഓ $5000. അവിടെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ $2000 ഉണ്ടാക്കിയെന്ന്. ശേ ലാഭം കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ ഡെയിലി. എന്താണോ മോനെ കുറവുള്ളത്? സഹായിക്കണം അതിനെ. അത് ഇവനെ സഹായിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഏട്ടാ. വലിയ പണി നടക്കുന്നില്ല അല്ലേ? ഇപ്പോൾ സ്ലോ ആണ് ഇറക്കൻ. അത് തീർന്നാ സാപ്പ് സോഡ. അവിടെ ഈ കുറവുള്ള എടുക്കാൻ തരും വഴിയുണ്ടോ? ഇതിന് 4 ഉള്ളൂ. പക്ഷെ നമുക്ക് കയ്യിൽ ഫസ്റ്റ് വരിക ഏറ്റവും കൂടുതലുള്ളതാവും. ഇതൊരു പ്രശ്നമാണെന്ന് നോക്കി. കണ്ടോ ഒരു പെട്ടിക്കകത്ത് എത്ര വരും നോക്കട്ടെ. 16 വരും. ആപ്പിൾ ജ്യൂസ്. ആപ്പിള് വഴിന്ന് പറയാം ഇറക്കാം. ഫുള്ളായതാണ്. ശേ 4 കൊണ്ട് അതിൻ്റെ അകത്ത്. കുറവുണ്ട് എന്തെങ്കിലും? ഇല്ല, അതൊക്കെ ഫുള്ളാണ്. വാട്ടർ. ആറാ? അവിടെ ഇരിക്കട്ടെ തൽക്കാലം. കച്ചവടം കഴിഞ്ഞില്ലേ? കടപൂട്ടല്ലേ? അപ്പോൾ ഒരു ദിവസം കച്ചവടം കഴിഞ്ഞപ്പോൾ $2200 ഇന്നത്തെ ടോട്ടൽ പ്രോഫിറ്റ്. അതേ നമ്മൾ സ്റ്റോക്ക് കുറച്ച് കൂടുതൽ വെച്ചാൽ തന്നെ. പീനട്ട് ബട്ടറിന് വില കൂടി, ഓയിലിന് വില കുറഞ്ഞ്, എഗ്ഗിന് വില കൂടി. പീനട്ട് ബട്ടർ കുഴപ്പമില്ലാത്ത വിലയാണ്, ഓയിലിന് കുഴപ്പമില്ലാത്ത വിലയാണ്. കോഴമുട്ടൊക്കെ 4.54. അപ്പോൾ ഒരു 4.8 ഇടാം നമുക്ക്. പിന്നെ എന്തൊരു സാധനം കൊണ്ടായിരുന്നല്ല ഇതിൽ നോക്കാൻ പറ്റും നമുക്ക്. ഈ ഓയിലിനും വില കുറഞ്ഞ 2 ഓയിലിനും 5 ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് 3 പ്രോഡക്റ്റ് ലൈസൻസ് ഒറ്റയടിക്ക് അങ്ങോട്ട് വാങ്ങിക്കാം. 1 2 3. ഓക്കെ, എത്ര സാധനമായി നോക്കട്ടെ ചേട്ടാ. അതൊക്കെ എന്തിന്? ഓ ഇതൊക്കെ സ്റ്റോർ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ എടാ അത് കുറേ ഉണ്ട് കേട്ടോ. ആപ്പിൾ ജ്യൂസിൻ്റെ വിലയും കുറഞ്ഞ. ഓ 2 പോയിന്റ് നല്ല കുറഞ്ഞല്ലേ? ഓറഞ്ചാ? നമുക്കപ്പോൾ ഒരു മിനിറ്റ്, ഇതിലിപ്പോൾ എന്തൊക്കെ കുറവുണ്ട് ഇന്നത്തേല്? പാസ്ത കുറവാണ്, ഫ്ലോറും കുറവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തലോട്ട് പോവാം. പാസ്ത അല്ല, ഇതൊക്കെ 2 വെച്ച് വേണം, ബിക്കോസ് അത് ഫുള്ളി കാലിയാണ് ഈ സാധനം. സ്പഗറ്റി വേണം. വെള്ളക്കുപ്പി സ്പഗറ്റി 2, കുപ്പി 2. പ്രശ്നമാണ്. ബ്രെഡ് 1, ഷുഗർ 1. ഓക്കെ, ഞാൻ ഞാൻ ഇവിടെ അങ്ങനെ അട്ടിക്കിട്ട് വെക്കുന്നില്ല, കാരണം അട്ടിക്കിട്ട് വെക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, വരണത് സ്റ്റോർ ചെയ്യാം. കുറച്ച് ഓർഡർ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, കുറച്ച് ഓർഡർ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു.
അതപ്പോൾ പെട്ടെന്നോട്ടൊന്ന് പണി കഴിയും. ഷടപടെ എന്നായിരിക്കണം എല്ലാതും. ഓ ഇത് വാങ്ങിക്കാണ്ട് റാക്ക് വാങ്ങിക്കാണ്ട് റാക്ക് ചീസുണ്ട്. എന്താ നമുക്ക് CM വർത്തി മടക്കിയാൽ മതി. അപ്പം നമുക്ക് കാണിക്കും എന്താ സാധനം എന്നുള്ളത് കേട്ടാ. ഗുഡ് വൺ. അപ്പം നമുക്ക് ഇവിടെ ഒരു ഷെൽഫ് വാങ്ങിക്കണം. ഷെൽഫ് മീൻസ് ഒരു റാക്ക്. ഇവിടെ ഒക്കെ കാര്യമില്ലേ? ഓക്കെ ഇവിടെ സെറ്റാണ്. ഫർണിച്ചർ ഒന്ന് പോരാ ചേട്ടാ, 2 വേണം. ഡെലിവറി ചാർജ് $2 ഉണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. $2 ഡെലിവറി ചാർജ് ഉണ്ട്. ഓ കറക്റ്റ് ഒരെണ്ണത്തിൻ്റെ സ്ഥലമുണ്ട്. ഓർഡർ ചെയ്യട്ടെ. ഇനി ഒരെണ്ണമുണ്ട്. നമ്മളെ പുതിയത് ഇതിൽ 4 വെക്കാൻ പറ്റും. 4 8 അല്ലേ 4 8 വെക്കാൻ ഒരു റാക്കിൽ 16 അത്യാവശ്യം പ്രൊഡക്റ്റ് വെക്കാനുള്ളതുണ്ട്. ഇതിനും ബാക്കി കാര്യം ഉണ്ടാവും കേട്ടോ സ്ഥലം. ഓക്കെ. ഓ ലൈറ്റ് വേണമല്ലേ? ലൈറ്റ് അവിടെ ഇത് വാങ്ങിയൊക്കെ എൻ്റെ സംഭവം തീർന്നല്ല. വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റും. അവിടെ ഒരെണ്ണം. വെളിച്ചത്തിനൊരു കുറവുണ്ടായിരുന്നു. കറണ്ട് ബില്ലോ കടക്കാം, ഒരു പ്രശ്നമില്ല. ഇന്നത്തെ കറണ്ട് അടിച്ചണോ? നോക്കിയിട്ടില്ല ചേട്ടാ, വിട്ട് നോക്കണം. കടയിൽ പോലും ഉണ്ടാവില്ല എത്ര ലൈറ്റ്. ഓക്കെ. ഒരു സൈഡിൽ 5 ഇതിനും വലുതാവുള്ളതല്ലേ. ഒക്കെ തിരിച്ചെടുക്കാനും പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. വെച്ച ലൈറ്റൊക്കെ തിരിച്ചു വരെടുക്കാം. കറണ്ട് ബില്ലിടുമ്പോൾ സാധനം വരിയാക്കാം. കറണ്ട് ബില്ലനുസരിച്ചായിരിക്കണം നമ്മൾ ലൈറ്റിൻ്റെ ഇത്. ഒരു നമ്മൾ സ്റ്റോറേജ് റൂമിൻ്റെ അടുത്ത് വെക്കുന്നു. കറണ്ട് ബില്ല് പിന്നെ നോക്കി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ. ഓക്കെ സെറ്റ്. കടയിലോട്ട് ലൈറ്റ് വേണോ? കടയിൽ നമുക്ക് നടുക്കത്തെ റോല് ഒരു എത്ര എണ്ണം വേണോ? 6 വേണം. 6. ഓക്കെ. ഒന്നേ. പക്ഷേ ഇത് പോക്കറ്റ് എടുത്ത് വെക്കാൻ പറ്റണമെങ്കിൽ കൊള്ളായിരുന്നു. ഇത് ഓരോന്ന് കൊണ്ടു പോയി എടുക്കണ്ടേ, അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. ഓർഡറൊന്നും വേണ്ട. ലൈറ്റ് കത്തുമ്പോൾ ആരും ഓർഡറൊന്നും നോക്കൂല. തോന്നിയെടുത്തൊക്കെ തന്നെ കത്തി നിൽക്കണം, അത്രേ ഉള്ളൂ. ലൈറ്റ് വർക്കാവണം, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് പുതിയ ലൈസൻസ് എടുത്ത സാധനങ്ങൾ അങ്ങോട്ട് ഓർഡർ ചെയ്യാം. എല്ലാതും അത്യാവശ്യം വേണ്ടി വരും. നമുക്ക് നിറക്കണം. എല്ലാം ഒരു എത്ര വേണം? 15 ഉണ്ടാവും ഒരു ബോക്സിൻ്റെ അകത്ത്. ചെറുതാണ്. ഇത് 2 വെച്ച് വാങ്ങിക്കാം. എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് വീണ്ടും വാങ്ങിക്കേണ്ടി വരും മിക്കവാറും. ഒക്കെ വീണ്ടും വേണ്ടി വരും. 1 2 3 4 5 4 വെച്ചിരിക്കട്ടെ. കാശ് എനിക്ക് തോന്നണേ നമുക്കിത് ഫുള്ള് വെക്കാൻ പറ്റില്ല എന്ന് തോന്നണ കേട്ടാ. അപ്പത്തിന് കയ്യിലെ കാശ് തരും.
എന്തൊരു സാധനം കേക്കല്ലേ 2.10 അപ്പോൾ ഒരു 2.4 ഇരിക്കട്ടെ കേക്ക് ഓക്കെ കേക്ക് അപ്പം എല്ലാം കൊണ്ടിട്ടൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അവൻ പണിയെടുത്തോളും അവിടെ ഇതാരുടെ ഇവിടെ ഓടുന്ന വെച്ച് കേക്ക് ഇതെന്തൊരു സാധനം ഇത് വേറെ .5 ഇടാം 4.5 എന്തൊരു കല്യാണ കത്താ എന്തൊരു ഐറ്റം ചോക്ലേറ്റ് ബാർ ഓക്കെ 4.2 പണിയെടുക്കടാ പണിയെടുക്ക് പഞ്ഞിമുട്ടായി $4.4 $2 ലാഭം ഒരെണ്ണത്തുമേ ദാറ്റ്സ് ഓക്കെ കൂൾ കൊള്ളാം ആ കൂളല്ല കേട്ടോ നിങ്ങൾ ഉദ്ദേശിച്ചത് വേറെ 6 അതിൽ 3.50 പോയി പറ്റലേ ഇനിയും വേണം ഇതൊക്കെ ഇഷ്ടംപോലെ സ്റ്റോർ ചെയ്തേക്കാം കേട്ടോ അത് ചെറിയ ബോക്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഈ വലിയ വലിയ ഐറ്റംസ് ഒക്കെയാണ് ഇഷ്ടംപോലെ സ്ഥലം കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഇതിനി അവൻ നോക്കിക്കോളും ബാക്കി നമുക്ക് അടുത്ത സാധനം ഓർഡർ ചെയ്യാം വെള്ളക്കുപ്പിയുണ്ട് അപ്പിൾ ജ്യൂസ് ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടല്ലോ സ്പെഗറ്റി ഉണ്ടോ ഉണ്ട് അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് ഐറ്റംസ് നമ്മളിപ്പോൾ ഇത് തരലോട്ട് യോഗേട്ട് 4 ഓർഡർ ചെയ്തില്ലായിരുന്ന 4 2 ഓക്കെ ഇത് ഒരു 2 4 ഇപ്പോൾ ഓർഡർ ചെയ്യില്ല അവിടെ ഇരിക്ക് വെയിറ്റ് ഇതൊക്കെ നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാണ്ട് കാരണം ലൈക്ക് ഇനി അടുത്ത് ഒരു റീഅറേഞ്ചിങ്ങിൻ്റെ സമയത്ത് നമുക്കിത് ഫുള്ളൊന്ന് ഓർഡർ മാറ്റിയെടുക്കാനുണ്ട് ലൈക്ക് ഓരോന്നിനും ഓരോ സെക്ഷൻ വെച്ച് കൊടുക്കണം എടേ ഇത് ഒരെണ്ണം ഒരു ഇത് വേണം ഒരു സെക്ഷൻ മൊത്തം ഒരു സാധനം വെക്കാൻ വേണമെന്ന് ഇത് ഞാൻ തന്നെ സ്റ്റോർ ചെയ്തോണ്ട് പറയാൻ പറ്റില്ല കേട്ടോ ഈ സാധനം ബാക്ക് വല്ലോ വന്നിരിക്കും എനിക്ക് വിശ്വാസമല്ല അല്ല ഞാൻ ഇതിന് സാധനം സെറ്റ് ചെയ്യാത്ത വില സെറ്റ് ചെയ്യാത്തൊന്നുമില്ലല്ലോ 5 3.4 വില സെറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാണ് കടക്കണിയിലാവും ഞാൻ കടക്കണി യോഗട്ട് അടാ ഫ്രിഡ്ജ് വേണം ഫ്രിഡ്ജ് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമല്ലേ ഇവിടെ ഇരുന്നോ ഞാൻ പോയിട്ടൊരു ഫ്രിഡ്ജ് ഓർഡർ ചെയ്യട്ടെ മാർക്കറ്റ് അത് പോട്ടെ ഫ്രിഡ്ജ്
ഫ്രിഡ്ജ് 2 വേണ്ടിയില്ലല്ലോ. എടാ കാശ് തീർന്നടാ. തീർന്നു. കുറേ ഉണ്ടല്ലോ ഒരു പെട്ടിക്കകത്ത്. പ്രൈസ് സെറ്റ് ചെയ്യട്ടെ. 2.3. ഞാൻ കൊള്ളലാഭമൊക്കെ നിർത്തി. ഇനിയിപ്പോൾ മാലിന ഇത് ഫ്രിഡ്ജിലാടാ. അല്ല 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 പ്രൈസൊക്കെ നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇനി എന്താ വെച്ച സാധനല്ലേ? അതെ, ഇവരൊക്കെ ഒന്ന് ഇങ്ങോട്ടിരുന്നേ. കച്ചറ പിള്ളേരെ പോലെ വഴിയിലൊക്കെ വന്നുത്തിരിക്കുന്നു. അവിടെ ഇത് ഞാൻ സെക്ഷനിൽ വെച്ചിട്ടില്ലായിരുന്നല്ലോ അല്ലേ? എനിക്ക് പേടില്ലാതെ ഞാനൊരു സാധനം തന്നെ 2 സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർഡർ മൊത്തം തെറ്റും. ആലോചിച്ച് തയ്റ്റ് വെക്കണം. ഇതൊക്കെ ലൈക്ക് ഓരോന്നിനും ഈ ക്ലീനറും കാര്യങ്ങളൊക്കെ ഒരു സെക്ഷനിലോട്ട് വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ സെറ്റാണ്. പിന്നെ ഓരോ സെക്ഷൻ നമുക്ക് ലൈക്ക് നോക്കി നോക്കി പോവാം. ഇതെന്ത് റേറ്റോ? ഡിഷ് വാഷർ ടാബ്ലറ്റ്. ഓടാ $20. ഓടാ മോനെ, ഇത് ഞാൻ കുറേ ലാഭം ഉണ്ടാക്കും. എത്ര ലാഭം? $7. കൂട്ടണമെങ്കിൽ കൂട്ടാം. നീ പണിയെടുത്തോ. എടാ ഇത് ആരുടെ തട്ടി അവിടെ എത്തിച്ച്? ഒന്നും കുറവില്ലല്ലോ. അപ്പോൾ നമുക്കിന്ന് എല്ലാ സാധനം സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റില്ലെന്നർത്ഥം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലോൺ എടുക്കത്തില്ല. ലോൺ എടുക്കൂല. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി $40 എൻ്റെ കയ്യിലാണ് കൂടി ഉള്ളത്. ഇപ്പുറത്തോട്ടുള്ള ഐറ്റംസ് 1 2 3 4 5 6 7 8 9 10 11 12 ഐറ്റംസ് വെക്കാനുള്ള സ്ഥലം നമുക്കുണ്ട്. 12 ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഇനിയും നമ്മൾ ഇതല്ലേ ഇപ്പോൾ വാങ്ങിയത്, ഇതുവരെ വാങ്ങിയെന്നാണ്. യെസ്. അപ്പോൾ നമുക്ക് ഇതൊരു 4 വേണം, ഇതൊരു 4 വേണം. 1 2 3 4 5 6 7 8 ഐറ്റംസ് ഉണ്ട്. 8 ഐറ്റംസിൽ പാക്ക് ഓഫ് എഗ്ഗ് വേറെ ടൈപ്പാ. 1 2 3. എടാ ഇത് കൂടുതൽ ഫ്രിഡ്ജിലോട്ടുള്ളതാ. ഇത് പ്രശ്നമാണ് കേട്ടാ, കൂടുതൽ ഫ്രിഡ്ജിലോട്ടുള്ളതാ. അപ്പോൾ എന്തായാലും പോട്ടെ. ഇതിപ്പോൾ എന്തായാലും തുറക്കാണ്ട് വേറെ വഴിയില്ല. കാശുണ്ടാവില്ല. അല്ലെങ്കിൽ ഫ്രിഡ്ജിലോട്ടുള്ള ഐറ്റംസാ, ഫ്രീസറിലോട്ടുള്ള ഒന്നുമില്ല. ഗൈസ് നമ്മൾ ചതിക്കപ്പെട്ടു ഗൈസ്. വെറുതെ 2 ഫ്രിഡ്ജ് വാങ്ങി സ്ഥലം കളഞ്ഞ്. ഇങ്ങോട്ട് വന്നേ. ആ പുറത്ത് പോയില്ലോ പോയിരിക്ക്. പാക്ക്. അവിടെ അല്ലോ അരി. കുഴപ്പമില്ല. അപ്പം എല്ലാ ആവശ്യത്തിനും ഉണ്ടല്ലോ. കുറച്ച് കുറവുണ്ടായി കുഴപ്പം ചാൻസ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞാ? കണ്ടില്ലായിരുന്നു മാഡം. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഞാനും ബില്ലടിക്കാം. അപ്പോൾ 30 മിനിറ്റ് ഞാൻ ലൈക്ക് ഈ വീഡിയോ നിർത്തുവാണ്. നമ്മന്ന് അപ്പോൾ ഇത് ഫുള്ള് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചത്. കുഴപ്പമില്ല, ഞാൻ പൈസ ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് ആക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതിൽ നമുക്ക് ലൈക്ക് കട ഒന്ന് വലുതാക്കുകയും ചെയ്യാം. കട വലുതാക്കുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു $10,000 അങ്ങോട്ട് പൊട്ടിക്കാം. എന്താ പറയുന്നത്, ഞാനൊരു $10,000 അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചോണ്ട് ഏറെക്കുറെ നമ്മൊരു ഷോക്കുള്ളത് വെക്കാം. ഓക്കെ,
കുഡ് നോട്ട് ഫൈൻഡ്. ആ ഇതാ പറഞ്ഞത്, അത് വാങ്ങിക്കാനുള്ള കാശില്ല അമ്മച്ചി. അപ്പോൾ ഞാൻ കുറച്ച് കാശ് ഗ്രൈൻഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്കൊക്കെ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.